ശേഷം വീണ്ടും ഞാൻ റഷീദിക്കാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഷിൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ? ഫിഷ് ഫ്രൈ കപ്പ മസാല. കപ്പ മസാല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറയാം. ഫിഷ് ഫ്രൈ കപ്പ മസാല കേട്ടോ. അതായത് കപ്പയും മസാലയും ഫിഷ് ഫ്രൈയും എല്ലാം കൂടെ ചേർന്ന ഒരു ബൃഹത് സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ കണ്ടത് ഫിഷിനെ നമ്മൾ മീൻ നന്നായിട്ട് വറുത്തെടുത്തു, പിന്നെ ഒരു മസാല ഉണ്ടാക്കി, പിന്നെ ഈ മസാലയും മീനും കൂടെ നന്നായിട്ട് ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കപ്പയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കപ്പ പുരട്ടെ. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ. ഒരു ലെയർ കപ്പ ഇട്ട് കൊടുത്തു, പിന്നെ അല്പം മീനും മസാലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി വീണ്ടും കപ്പ. അപ്പോൾ ഒരു ലെയർ ആയിട്ടാണല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബിരിയാണി മോഡൽ അല്ലേ, നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പോലെ. ശരി, ഇനി വീണ്ടും ഫിഷും കപ്പയും കൂടെ, അല്ല ഫിഷും മസാലയും കൂടെ, ബാക്കിയും കപ്പയും കൂടെ. ഈ കപ്പയും മീനും എന്ന് പറഞ്ഞാൽ എന്നും വലിയ കൂട്ടുകാരാണ്, ദാസനും വിജയനും പോലെ. ഇവർ രണ്ടുപേരും എപ്പോഴൊക്കെ ഒന്ന് ചേരുന്നോ ഹിറ്റാണ്. ചെറിയൊരു ഗാർണിഷ് അത്ര മതി. കാര്യം നാടൻ വിഭവം അധികം ജാട നമ്മൾ കാണിച്ചുകൂടാ. അല്പം ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ എത്രയോ നാളുള്ള പാചകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കിട്ടിയ വിഭവം എന്തായാലും ഒട്ടും മോശമല്ല, വളരെയധികം നല്ലതാണ്. അതായത് സ്വാദിന് എന്നും മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റിയൊരു വിഭവമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യണം. റഷീദൊക്കെ അല്പം ഈ പ്ലേറ്റിലേക്ക്, ഇത് മുഴുവനെ ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവരെയും കൂടെ നമ്മൾ മനസ്സിൽ കാണണം. ഏത് ചേട്ടാ മതി, ബാക്കി അവർക്കുള്ളതാണ്. ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ വിത്ത് കപ്പ മസാലയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു തനതായ ഒരു നാടൻ വിഭവത്തിൻ്റെ എല്ലാ സ്വഭാവവും കാഴ്ചയിൽ ഇതിനുണ്ട്. പ്രിപ്പറേഷനിലും എല്ലാം ഇതിന് അങ്ങനെ തന്നെയാണ് ഒരു ഭാവം. ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെയായാലും ഒട്ടും നിരാശപ്പെടേണ്ടി വരത്തില്ല. കാര്യം പൊതുവേ ഞാനും ഒരു നാടൻ രുചിയുടെ ആരാധകനാണ്. നാടൻ വിഭവത്തിൽ പുളിയുടെ സ്വാധീനം ഇത്രത്തോളം വന്ന് അതിനെ ഇത്രത്തോളം സ്വാദിഷ്ടമാക്കുമെന്ന് ശരിക്കും ഞാൻ ഇന്നൊരു പുതിയ പാഠം ഞാൻ പഠിക്കുകയായിരുന്നു. കാര്യം എപ്പോഴും നാടൻ വിഭവങ്ങളിൽ ഒന്നി കയറി നിൽക്കുന്നത് ഉപ്പോ എരിവോ അങ്ങനെയുള്ളതൊക്കെയാണ്. പക്ഷേ ഇന്ന് പുളിയും എരിയും തമ്മിൽ നല്ലൊരു ബാലൻസ് ചേട്ടൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അസാധ്യമായ ഒരു ബാലൻസാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഹിറ്റ് താരങ്ങളായ ദാസനും വിജയനും, അതായത് കപ്പയും മീനും എപ്പോഴൊക്കെ കൂടിച്ചേരുന്നു അപ്പോഴൊക്കെ ഹിറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും അത് ആവർത്തിച്ചിരിക്കുന്നു. താങ്ക് യു ചേട്ടാ. പക്ഷേ ചേട്ടനെ നമ്മൾ വെറുതെ വിടുന്നില്ല. വീണ്ടും കപ്പ കൊണ്ട് മറ്റൊരു അംഗം നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരെന്താണ്? കപ്പ ചില്ലി കേട്ടോ. ചിക്കൻ ചില്ലി, അതിൻ്റെ ഒരു തുടർച്ചയൊന്നോണം കപ്പ ചില്ലി. ശരി, അതിലേക്കുള്ള യാത്രയും തുടങ്ങിയായി.